ചേച്ചി ഇച്ചിരി ചുക്ക് കാപ്പി കുടിച്ചേ, അപ്പൊ തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും. ചുക്ക് കാപ്പി ഇച്ചിരി ഇട്ട് തരാൻ പാടില്ലേ? മനുഷ്യന് തല കുമ്പിടാൻ പറ്റണില്ല. ചോദിച്ച എന്നോട് അറിയാൻ പാടില്ല. ഒരാൾക്ക് ഒച്ച അടഞ്ഞിരിക്കുന്ന ചുമക്കണ കേൾക്കണില്ലേ? ആ തുളസിയിലെ ആര് പൊട്ടിച്ചിട്ട് പോയിന്നാവോ? ഒരൊറ്റ ഇല്ല. ഇപ്പത്തെ സുലി ചേച്ചി എടുത്തൊന്നും എങ്ങാനും പറയും. ഓ എനിക്ക് വയ്യ. ചുക്ക് കാപ്പി ഇട്ട് തരാം. ഒക്കെ അസുഖം വന്ന ഒരാളും ഇല്ല നോക്കാൻ. പിന്നെ പിന്നെ ഞാൻ തന്നെയാട്ടെ എപ്പോഴും നോക്കുന്നേ, അങ്ങനെ പറയണ്ട. അല്ല വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വന്നാലേ ആണുങ്ങൾക്ക് വന്നാ അയ്യോ എന്നെ പറ്റി അത് പറ്റി ഇത് പറ്റി രണ്ടുപേർക്കും ഒന്നിച്ചു വരാതിരുന്നാ മതി. നിന്റെ ഏതാ അഡ്മിഷന് വേണ്ടിട്ടാന്ന് തോന്നുന്നു. പിന്നെ അത് ഇവിടെ വന്നല്ലേ ഫീസ് കുറെ കൂട്ടും. പോയത് ഏട്ടനെ കാണാൻ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്ലീറ്റ് വെച്ചേട്ടനെ. നമസ്കാരം. ഞങ്ങളിവിടെ പൂജപ്പുര ഹൈസ്കൂളിലെ ടീച്ചേഴ്സാണ്, പ്രോഗ്രാം കൺവീനർമാരാണ്. അപ്പോൾ ഉപജില്ലാ കലോത്സവം അല്ലയോ വരുന്നത്. അപ്പം ലില്ലി ടീച്ചറിനെ ഒന്ന് ജഡ്ജായിട്ട് വരാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അയ്യോ ഞാൻ തങ്കവാ. അയ്യോ ഞാനാ ലില്ലി. അയ്യോ സോറി. സൗമ്യ ടീച്ചറാണ് ലില്ലി ടീച്ചറുടെ പേര് സജസ്റ്റ് ചെയ്തത്. സൗമ്യ ടീച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വരെ ജഡ്ജായിട്ട് ഇരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ കുറച്ച് പിള്ളേർ മത്സരിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ടീച്ചറിനെ നമുക്ക് ഇരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം ടീച്ചറിനൊന്ന് വരാൻ പറ്റുമോ? അവൾക്ക് നല്ല തിരക്കുണ്ട്. ആണോ? പക്ഷെ അവള് വരും. ടീച്ചറിന്റെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഈ സബ് ജില്ലയില് കലോത്സവത്തിനുണ്ടോ? എവിടെ? പൂജപ്പുര? അല്ല അവിടെ ഇല്ല. ഇല്ല അല്ലേ? അപ്പൊ പിന്നെ നോക്കിക്കൂടെ ഒന്ന് പെട്ടെന്ന്? അത് കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ? ടീച്ചർ എന്തായാലും വേഗം പറയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കണ്ടേ ടീച്ചറിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ. സന്തോഷം. എന്തായാലും ഒന്ന് മാക്സിമം നോക്കാം, എത്രയും പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ഞാൻ രാവിലെ ടീച്ചറിനെ വിളിക്കാം, നമ്പറും തന്നെ. കേറിയിരിക്കായിരുന്നല്ലോ. ഇല്ല, ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് ചെയ്തോളാം. ടീച്ചർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഒന്ന് പെട്ടെന്ന് പറയണേ. ശരി ശരിയല്ല വയ്ക്കോട്ടെ. എന്ത് നടക്കണേ? എന്ത് ജഡ്ജ്? എന്റെ ചേച്ചി വിളിച്ചതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെന്താ? പക്ഷെ എനിക്ക് പേടിയാ, ഞാൻ പോത്തില്ല. പിന്നെ എനിക്ക് പേടി. എന്തിനാ പേടിക്കുന്നത്? തൂക്കിക്കൊല്ലാൻ വിധിക്കാനൊന്നും അല്ലല്ലോ. പിള്ളേര് കുറച്ച് ഡാൻസ് കളിക്കും, അതിന് കൊല്ലാൻ വിധിച്ച ഇതിലും നല്ലതാ. ചേച്ചിക്ക് അറിയത്തില്ലല്ലോ മാർക്കിടാനിരിക്കുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ചേച്ചി, വാർത്തയൊന്നും കേൾക്കാറും വായിക്കാറും. അത് വേറെ വല്ല സ്ഥലത്തൊക്കെ തന്നെയാണ്. എനിക്ക് പേടിയാ, ഞാൻ പറയുന്ന ആളെ വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല. എന്നാ നിന്നെ കൊല്ലുമല്ലോ ഞാൻ. മര്യാദക്ക് നോക്കണല്ലോ അതിനകത്ത്. അന്നൊക്കെ ചേച്ചി പോകും, ലില്ലിയാണെന്ന് പറഞ്ഞാൽ അവര് ലില്ലി ടീച്ചർ ചേച്ചിനല്ലേ പറഞ്ഞു. ചേച്ചി ഡാൻസ് അറിയാമെങ്കിൽ ഞാൻ പണ്ടേ പോയേനെ. എന്നെയൊക്കെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്ക. തയ്യൽ തൊഴിലാളിക്ക് അങ്ങനെ വല്ല മത്സരം ഉണ്ടാവോ? എന്നാലും എന്നെ വിളിച്ചല്ലേ. വാദിക്ക വന്ന ഭാഗ്യം തക്കായി കാലും കൊണ്ട് തട്ടി കളയരുത്. പോണം. ഞാൻ വിളിച്ചോന്നു വിളിച്ചു പറയട്ടെ. ചേച്ചി തീരുമാനിച്ചിട്ട് പറയാ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ എന്തായാലും പോകത്തില്ല. പിന്നെ അത് നീയല്ലേ തീരുമാനിക്കുന്നത്. ഇന്നത്തെ ഇപ്പൊ ആലോചിക്കുന്നിരിക്കുന്ന ഇത്രയും നല്ലൊരു അവസരമല്ലേ? ഇനി ഞാൻ ആലോചിക്കുന്നില്ല, ഞാൻ പോണില്ല. എന്താ എടി ഇതിപ്പോ എന്താ കുഴപ്പം? എന്താണ് എന്തറിഞ്ഞിട്ട് എടി പറയുന്നത്? ഈ ജഡ്ജായിട്ടിരിക്കണ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. ഏതെങ്കിലും ഒരു കൊച്ചിന് മാർക്ക് കുറഞ്ഞ അത് മതി അലമ്പുണ്ടാവാനായിട്ട്. എടി ഇപ്പൊ അതെന്താണ്, നീ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ജഡ്ജസ് ഇല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ട് നല്ല തീരുമാനം എടുക്കണം. പിന്നെ എനിക്ക് ആദ്യമാണ് കേട്ടോ, എനിക്ക് ടെൻഷൻ ആവും. എന്തായി തീരുമാനിച്ചു? ഞാൻ പോണില്ല. പോണില്ലാന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞു. പോകുന്നില്ലെന്നോ? എന്തോ ഒരു മണ്ടത്തര വന്നു കയറിയ മഹാഭാഗ്യം, അത് തട്ടിക്കളയാൻ നിൽക്കല്ലേ. ഇപ്പൊ ഉപജില്ല, അത് കഴിഞ്ഞാൽ ജില്ല, പിന്നെ സംസ്ഥാനം, പിന്നെ അങ്ങനെ അങ്ങ് പോയി അമേരിക്കയിലെ സായിപ്പ് ഷോയ്ക്കകത്ത് വരെ പോയി ജഡ്ജസ് ആയിട്ട് ഇരുന്നൂടെ? അതൊക്കെ ശരിയാ, പക്ഷെ ഓരോ ഇരിപ്പ് എത്ര സമയം ഇരിക്കണോന്നറിയോ? ഇപ്പൊ ഇരിക്കുന്ന കുഴപ്പം അച്ഛപ്പി, എനിക്ക് ഡാൻസ് അറിയാതെ ഞാൻ പോയിരുന്നേനെ. സത്യം ഇവരെ വിളിക്കാൻ ടീച്ചർമാർ വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. ഞാൻ കാല് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ജഡ്ജ്മെന്റ് ആയിട്ട് ഞാൻ പോയിരുന്നു. ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഒന്നും അല്ല നടക്കുന്നത്. ചമ്പി അങ്ങനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, ചോദിച്ചു നോക്കും.
കൊടങ്ങാള പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് ഞാനായിരുന്നു അറവനമുട്ടിന് ജഡ്ജ്മെന്റ് ആയിട്ടിരുന്നത്. ഒറ്റ പിള്ളേർക്ക് മാർക്ക് കുറച്ചില്ലല്ലോ, ഭയങ്കര അഭിപ്രായമായിരുന്നു. ഞാൻ അറവനമുട്ട് ആ സാധനം എനിക്കറിയാത്. നീ ടെൻഷൻ അടിക്കണ്ടേ. ഇപ്പൊ എന്താണ് നിനക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ്? നമ്മളൊരു കാര്യം കാണുന്നു, സത്യസന്ധമായിട്ട് അതിനൊരു മാർക്ക് ഇടുന്നു, അത്രേ ഉള്ളൂ. ഏട്ടാ എന്തെങ്കിലും സ്പോർട്സ് ഐറ്റം ആണെങ്കിൽ നമുക്ക് കണ്ടിട്ട് അതിനനുസരിച്ച് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല ഏട്ടാ. നീ ഇത്രയും നാള് പഠിച്ച ഒരു കാര്യമല്ലേ ഇത്? അതൊക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇരിക്കുന്നത്, എന്റെ കൂടെ വേറെ രണ്ടുപേരും കൂടെ കാണും. അതല്ലേ അത്. ഞാൻ ചിലപ്പോൾ സത്യസന്ധമായിട്ടായിരിക്കും, അവർ രണ്ടുപേരും അങ്ങനെ അല്ലെങ്കിൽ അവരിനി വേറെ വല്ല ടീച്ചർമാരുടെ സാറുമാരുടെ പൈസ വാങ്ങിച്ചാൽ വന്നിരിക്കുന്നെങ്കിൽ ഇനി അവർ രണ്ടും എത്ര മാർക്ക് കൂടിയിട്ട് ഞാൻ അവരുടെ ഒപ്പം എത്തത്തില്ല. പിന്നെ അത് പ്രശ്നമാവും ഏട്ടാ. കൈ വെക്കും ഏട്ടാ. എന്തു പിന്നെ ഏട്ടാ വാർത്തയിലൊന്നും കണ്ടിട്ടില്ലേ കൈ വെക്കുന്നത്? അങ്ങനെ ഞാനിവിടെ വരാം. കൊടങ്ങാള റൊണാൾഡിന്റെ ഞങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്ന ഏത് മത്സരാർത്ഥി അവരുടെ എന്താ നല്ല എനിക്കൊന്നും അറിയണമല്ലോ. എനിക്ക് ആരും കൂട്ടൊന്നും വരണ്ട, ഞാൻ പോണില്ല ഇവിടുന്ന്. ഉള്ള പേര് പോവും ഏട്ടാ. എന്തിനു വെറുതെ ഇപ്പൊ പിള്ളേരെ പഠിപ്പിച്ച് മാന്യമായിട്ട് ജീവിക്കണില്ലേ? എനിക്ക് പേടിയാ. ഇതൊരു നമ്മുടെ ഒരു പ്രൊഫൈൽ ഒന്ന് മാറും. പിന്നെ അതൊക്കെ ശരിയാണോ? ഒക്കെ കണ്ടിട്ട് വല്ല റിയാലിറ്റി ഷോയിലോട്ട് വിളിച്ച ജീവിതം കളർ മാറിയില്ലേ? അങ്ങനെയൊക്കെ വിളിക്കുമോ? പിന്നെ പേടിയാ. നന്നായിട്ട് ഡാൻസ് നന്നായിട്ട് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. എന്തോ എന്നാ ഞാൻ തിരിച്ചു വിളിക്കാവേ. ഓക്കെ. എന്തോ എന്താണ് നിന്റെ ഉദ്ദേശം? നീ ആ ജഡ്ജ്മെന്റിന് എന്താ പോവാൻ നിനക്കെന്താ ബുദ്ധിമുട്ടെന്ന് പറയുന്നതായിട്ട്? എന്താണെന്നറിയാ കളിറ്റ് ചേട്ടാ? ഒന്നും പറയരുത്. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ആ ടീച്ചർക്ക് നിന്റെ പേര് പറയാൻ തോന്നിയത് നിന്റെ ഭാഗ്യമല്ലേ? ഇതൊക്കെ വഴി കിടക്കുന്ന ആരെങ്കിലും കിട്ടുമോ ഈ ഭാഗ്യം ജഡ്ജ് ചെയ്യാനായിട്ട്? എന്തുകൊണ്ട് അന്നത്തിൻ്റെ പേര് പറഞ്ഞില്ല? വേറെ ഇവിടെ ഏതെങ്കിലും ഡാൻസ് സ്കൂളുകളുണ്ട്, ടീച്ചർമാരുണ്ട്, അവരാരെയും പറഞ്ഞില്ല, നിന്നെ തന്നെ വിളിച്ചെന്താണ്? നിനക്കതിനുള്ള കഴിവുണ്ട്, യോഗ്യതയുണ്ട്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ പോയി അന്തസ്സായിട്ട് അങ്ങോട്ടിരുന്ന് മാർക്കിടണം. പേടിച്ച് കുറച്ചൊന്നും നിൽക്കല്. ജഡ്ജിൻ്റെ തീരുമാനം അന്തിമമാണ്. അറിയാമല്ലോ, ഇവിടെ ഏതെല്ലാം കേസുകൾക്ക് ജഡ്ജസിൻ്റെ തീരുമാനമല്ലേ? അതുപോലെ തന്നെ നീ ജഡ്ജാണ്. നീ ചെറിയ കളിയല്ലത്. അതല്ല ടെൻഷനുണ്ട് ചേട്ടാ. പിന്നെ ഒരു ടെൻഷനും വേണ്ട. നിനക്കുള്ള ലോക്കൽ സപ്പോർട്ട് ഞാൻ ഉണ്ടാക്കി തരും. ഈ മത്സരം നടക്കുന്ന സ്കൂളും അതിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് അവിടുത്തെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നമ്മളെ പിള്ളേരെ ഇറക്കും. അതിന് നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടാക്കി. എന്തിനാണ് എടി വിധി പറയുമ്പം ഏതെങ്കിലും കൂതറകൾ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇടപെടാൻ നമുക്ക് ആൾ വേണ്ടേ? അതൊക്കെ വേണം. അത് നിനക്ക് അതിൻ്റെ ഇപ്പോഴത്തെ സീരിയസ്നെസ് അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ധൈര്യമായിട്ടല്ല ചുറുചുറുക്കോടെ ചുണയോടെ അങ്ങോട്ട് പോയി മാർക്കിട്ട് കൊടുക്കണം കേട്ടാ. ഒന്നും പറയണ്ട. ഇനി നെഗറ്റീവ് ഇല്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കും. കിരീട്ടോ ചേട്ടനുണ്ട് അവിടെ കേട്ടാ. ജഡ്ജ് മറക്കല്ലോ, ജഡ്ജ് ആ ഗമയിൽ നിന്നില്ല അങ്ങോട്ട്. ജഡ്ജ് ബാക്കി ഏർപ്പാട് ഞാൻ ഇപ്പോൾ ചെയ്തോളാം കേട്ടാ. ആ സുദേവാ, പിന്നെ നമ്മുടെ ആ കലോത്സവം നടക്കണത് സാരിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. നീ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോണ്? അവിടെ ചെന്നിട്ട് ഞാനവിടെ പോയിരിക്കും. പിന്നെ ഇരിക്കുമ്പോ ചുറ്റുള്ളവരൊക്കെ നോക്കി പല്ലിളിച്ച് കാണിക്കുവോ? അവിടെ നീ അവിടെ വണ്ടിയിൽ നിന്ന് ചെന്ന് ഇറങ്ങുന്നു. പറ്റുവാണെങ്കിൽ ഇച്ചിരി വലിയ വണ്ടിയിൽ ചെന്ന് ഇറങ്ങിക്കോ. വലിയ വണ്ടിയിലെ ഏട്ടൻ്റെ വണ്ടിയിലല്ലേ സ്കൂട്ടറിൽ? ഈ വണ്ടിയിൽ പോകണ്ട. വഴിയിൽ ഇറങ്ങിയിട്ട് നീ ഒരു വലിയ കാറ് വിളിച്ച് പോകണം. ഈ വണ്ടിയിൽ പോകരുത്. അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് വടി വിഴുങ്ങിയ പോലെ ഒരാളെ നോക്കരുത്, ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യരുത്. നല്ല സീരിയസ് ആയിട്ടിരിക്കണം. ശരിയാ. ചിരിച്ചു കഴിഞ്ഞാൽ ദൈവം ഇനി അത് വേറെ വല്ല പാരൻസിനെ നോക്കിയിട്ട് ആ ചിരിച്ചതെന്ന് പറയും. ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്ന ഒരു പ്രമുഖ വ്യക്തിനെ പോലെ തോന്നിക്കണം. സാധാരണ നിനക്ക് ദേഷ്യം വരുമ്പോൾ എന്നെ നോക്കാറില്ലേ? അതേപോലെ ഞാൻ അവിടെ ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചോ. അങ്ങനെ അങ്ങോട്ട് ഇരുന്നോളണം. ആരും നോക്കിയാലും ഒന്നും പറയണ്ട കേട്ടോ. അത് മറക്കരുത്. അതാണ് ശരിക്കും പ്രധാനപ്പെട്ടത്. എന്നിട്ട് ഞാൻ ദിവക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവിടെ ചെന്നിട്ടേ. നമുക്കെന്ത് പറഞ്ഞു കൊടുക്കാം? അവള് ഓക്കെ അല്ലേ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിന്നെ കണ്ട ഇപ്പൊ അങ്ങ് കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്നേക്കണ പോലെ തോന്നണം. അത് തന്നെ. ഇപ്പൊ ഈ സാധനം തന്നെ മുഖത്ത് വന്നേക്കണം. ഒരു ഗൗരവം. ആരും ഒന്നും നോക്കാൻ പാടില്ല.
ദേ ആ തക്കുടി ഉടക്കൊന്ന് വേളം വയ്ക്കുന്നു. എന്തിനാ അവന് ഭക്ഷണം വേണമെന്നാ നിന്നെ കാണണം. പ്ലേറ്റ് ഒന്നും എടുത്തു കൊടുക്കാൻ പാടില്ലേ? ഞാൻ എടുത്തു കൊടുത്താ ചേച്ചി രാവിലെ വരണോട്ടെ, സാരി ഒന്നും ഉടുപ്പിച്ചു. അതൊക്കെ ഞാൻ ചെയ്തേക്കാം. എങ്ങനെയായില്ലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ? ആ പിന്നെ മത്സരം നടക്കണ ആ സ്റ്റേജിൻ്റെ ചുറ്റുപാടും നമ്മുടെ പിള്ളേരുണ്ടാവും. അതെന്തിനാ? എന്തിനെന്ന്? പിന്നെ എൻ്റെ പെങ്ങളവിടെ മാർക്കിടായിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആൾ വേണ്ടേ? പ്രശ്നം ഉണ്ടാവും. അല്ല, മാർക്കിടായിരിക്കണല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഒന്നും പേടിക്കണ്ട. ചുറ്റും നമ്മൾ ആളുകളുണ്ടെന്നുള്ള ധൈര്യത്തോടെ ഇരുന്നിട്ട് അങ്ങോട്ട് മാർക്കിട്ടോളണം കേട്ടാ. പിന്നെ ലില്ലിമോളെ വേറൊരു ചെറിയൊരു പ്രശ്നം ഒന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു പാവപ്പെട്ട ഒരുത്തൻ്റെ മോള് മത്സരിക്കുന്നുണ്ട്. ആ സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കണേണ്, കാഞ്ചന എന്ന് പേര്. അപ്പം ആ കൊച്ചു ഡാൻസ് കളിക്കുമ്പം മോക്ക് ആളെ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ കാലിലൊരു പച്ച ബാൻഡ് ഇട്ടേക്കും, പച്ച കളർ ബാൻഡ്. അപ്പം മോക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ മാർക്ക് ഇടുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്നും കൂടെ കയറ്റി ഒന്ന് ഇട്ട് കൊടുക്കണം. ആവല്ലേ? നമ്പർ ഞാൻ കൊടുക്കാം, അവർ വേണമെങ്കിൽ വിളിച്ചോളും. പിന്നെ ചെസ് നമ്പർ തുടങ്ങുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചു തരാം. ക്ലീറ്റോ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? എന്താ ഉദ്ദേശിച്ചത്? അത് തന്നെ, മാർക്കൊന്ന് കയറ്റിയിട്ട് കൊടുക്കാനായിട്ട്. പൊക്കെഴുന്നേറ്റ് പോണെന്ന്. ഇതേ അതൊന്നും നടക്കത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാണമില്ലേ ക്ലീറ്റോ ചേട്ടന്? ഞാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തണം അല്ലേ? എന്നെ വിശ്വസിച്ചാണ് അവിടെ അത്രയും പേര് നാളെ സ്റ്റേജിൽ കയറാൻ പോണത്. അവരൊക്കെ ഞാൻ മണ്ടന്മാരാക്കണോ? അല്ല തന്നെ കലയിൽ ഞാൻ നീതികേട് കാണിക്കത്തില്ല കേട്ടല്ലോ. ക്ലീറ്റോ ചേട്ടൻ എന്നോട് ഇത് പറയാൻ നാണമില്ലായിരുന്നു ക്ലീറ്റോ ചേട്ടാ? ഒന്നുമില്ല മോളെ, ഞാനേ അവരവസ്ഥ ആലോചിച്ചിട്ട് എൻ്റെ ഒരു ഉള്ളിലൊരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. പാവം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മോളാണ് കൊച്ച്. ചിലങ്ക വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു സങ്കടം പെട്ടെന്ന്. പിന്നെ നിൻ്റെ പഴയ കാലം ഓർത്തു പോയി ഞാൻ. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്ന് നിനക്ക് ചിലങ്ക വേണമെന്ന് പറഞ്ഞ് നീ കരഞ്ഞിട്ടെടുത്ത് വന്നപ്പോൾ എൻ്റെ കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ടും തികയാതെ വന്നിട്ട് ഞാനന്ന് ന്യൂസ് പേപ്പർ വിൽക്കാനും പിന്നെ വഴിയിൽ മാങ്ങയെല്ലാം പറക്കി വെച്ച് വിറ്റുള്ള കാശ് കൊണ്ട് നിനക്ക് ചിലങ്ക മേടിച്ചു തന്നിട്ട് ആ ചിലങ്ക കണ്ട് നീ ഒന്ന് ഡാൻസ് കളിച്ചപ്പോൾ നിനക്കുണ്ടായ ആ സന്തോഷം എൻ്റെ മനസ്സിലത് വന്നുപോയി. പെട്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആലോചിച്ചു പോയി. സോറി മോളെ, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. മോളൊന്നും ചെയ്യണ്ട കേട്ടോ, വേണ്ട ചെയ്യണ്ട. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, സോറി. മോളിഷ്ടം പോലെ ചെയ്താൽ പേടിക്കാതെയൊക്കെ നോക്കിയിട്ടൊക്കെ ഇട്ടിട്ട് വാകട്ടാ. ഇച്ചിരി മുല്ലപ്പൂ വാങ്ങിക്കണ്ടേ? മുല്ലപ്പ് പോകുന്ന വഴിക്ക് മേടിക്കാമല്ലോ. ദൂരോളം പേടിയാണ് മുല്ലപ്പ് വയ്ക്കാത്തതിന്റെ. എല്ലാരും വെച്ചോണ്ടായിരിക്കും മരുന്ന്. മുല്ലപ്പ് വെച്ചാലും മുല്ലപ്പ് വെച്ചില്ലെങ്കിൽ നീ സുന്ദരിയാണ്. നീയും എനിക്കറിയാതെ ദേ ഞാൻ പറഞ്ഞ പോലെ ഏടാ ഇവിടെ ഈ വണ്ടിയിൽ കൊണ്ടുവിടണ്ട. അവിടെ പിന്നെ ഇച്ചിരി വലിയ വണ്ടിയിലാക്ക്. നമുക്ക് ഈ വണ്ടിയുള്ളേ, അല്ലെങ്കിൽ ആ ജംഗ്ഷൻ അവിടെ വന്നിട്ട് വേറെ വല്ല വണ്ടി വിളിച്ചു ചേച്ചി. അങ്ങനെ കാറിലൊക്കെ ഒരു ജഡ്ജി ഈ വണ്ടിയിലാണോ? എടാ നീ ഒന്ന് പോയേ. ജഡ്ജി എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ജഡ്ജിമെന്റ് ആണ് പ്രാധാന്യം, അല്ലെ നമ്മൾ എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? പോവാന്ന് ക്ലീറ്റോ, അവള് പോന്ന്. ക്ലീറ്റോന് എന്തിനാണാവോ ടെൻഷൻ? പോയിട്ടാ വന്നിട്ട് വിശേഷം പറയണം കേട്ടാ. ഞാനേ തിരിച്ചു ചേർത്ത ക്ലീറ്റോന് എന്ത് പറ്റി? അത് കുഴപ്പമില്ല, സെറ്റാണ്. കേട്ടോ, പെങ്ങളെ കെട്ടിച്ചു വിട്ടതല്ല, ഇങ്ങോട്ട് വരൂന്ന്. ഒരു 500 രൂപ തരട്ടെ. ഭദ്രം ചേട്ടാ, കാര്യങ്ങളൊക്കെ ഭദ്രമാണ്. എൻ്റെ പെങ്ങൾ വേണ്ട പോലെ ചെയ്തോളും. ആ ഓക്കെയാണ് കേട്ടാ.
അച്ചമ്പി കിട്ടിയോ? സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫോ? അച്ചമ്പി ടെൻഷൻ അടിക്കണ്ട. അവിടെ ഇതിനിരിക്കുന്നോണ്ടായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്തേ. ഇനി എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും അച്ചമ്പി ഒരു കാര്യം പറഞ്ഞാൽ ലില്ലിപ്പെണ്ണ് എതിരേക്കൂ. വേണ്ട ചെയ്യും. ചെയ്യുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും ചെയ്യും. പാവം കുട്ടിയായോണ്ടല്ലേ. അത് ചെയ്യും. ഒരു പേന വെച്ചിട്ട് ഈ ഒരു പരിപാടി ചെയ്തു. ജോസഫേ, സംഭവം എനിക്ക് മനസ്സിലായല്ലോ. പക്ഷെ അതല്ല അതിൻ്റെ കാര്യം. എനിക്കിത് നേരിട്ട് അങ്ങനെ വിഷയം അപ്പുക്കുട്ട സാറിനോട് പറയാൻ പറ്റില്ല. അതെ. അല്ല അത് നമ്മൾ ഈ ഫോണിൽ കൂടെ ഇത് ഞാനൊന്ന് അങ്ങോട്ട് വിളിക്കാം. എനിക്ക് വേറൊരു അത്യാവശ്യം കോൾ വരുന്നുണ്ട്. വിളിക്കും ഞാൻ വിളിച്ചോളാം. എന്നെ ഇങ്ങോട്ട് വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഭദ്ര, എന്തായി? ആണോ? അല്ല അത് പിന്നെ ഹലോ, പക്ഷെ ലില്ലിപ്പെണ്ണ് അവിടെ ചെന്നിരുന്നിട്ട് ആ വേദിയും സ്റ്റുഡൻസിനെയൊക്കെ നിർത്തി 2-3 ഫോട്ടോ ഇൻസ്റ്റയിലൊക്കെ ഇടണമായിരുന്നു. അതുവരെ അറിയണ്ടേ ഇതൊക്കെ? എന്റെ പൊന്നെ, അവിടെ നിന്ന് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഫോൺ മാറ്റി വെക്കണം അച്ചാ. എനിക്ക് അവിടുത്തെ അതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അതും കാണാൻ പറ്റി. നിങ്ങക്ക് പറയാറുന്നല്ലോ രണ്ടുപേർക്കും കൂടെ. പിന്നെ അത് തന്നെ ഒന്ന് പോയി കണ്ടുകൂടായിരുന്നു. നല്ലൊരു പോവാതിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായിരുന്നു. ആണല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അത്രക്ക് നല്ലതായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഒരു എക്സ്പീരിയൻസ്. ഇനി പോണോന്നൊരു പകുതി ക്രെഡിറ്റ് എനിക്ക് തന്നെ. ഞാനാ നിന്നെ ഒന്നി തള്ളി. എടി ക്ലീറ്റ പറഞ്ഞ ആ കൊച്ചിന്റെ എങ്ങനെ ഉണ്ടായി? അത് കൊണ്ടുപോകുന്നില്ല. സി ഗ്രേഡേ ഉള്ളതേ. അയ്യോ കലാകാരിയേ, മൂടാവുന്നുണ്ട്. കാലിലൊന്ന് തൊട്ട് നമസ്കരിച്ചോട്ടായി. അമ്മയില്ലാത്ത കൂടപ്പറപ്പേ, സ്വന്തം ആങ്ങളര ചോര കുടിച്ചിട്ടുണ്ട്. നിനക്ക് സന്തോഷമായിടി. നിനക്ക് നിന്റെ മാനം കപ്പലേറി പോടി. ഒരു പിഞ്ച് കൊച്ചു പാവം, നിവൃത്തിയില്ലാത്ത നിർധനയായ ഒരു ചിലങ്ക വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കൊച്ചിന് നിന്റെ പേനയൊന്ന് അങ്ങോട്ട് കയറ്റി 2 വര വരച്ച നിന്റെ മാനിടിഞ്ഞു കൂടി. ക്ലീറ്റോ ചേട്ടാ, അത് കൊള്ളൂലായിരുന്നു. ക്ലീറ്റോ ചേട്ടാ ആ കൊച്ചിന്റെ കൊള്ളൂല. നിന്റെ കണ്ണില് എടി പിഞ്ച് പിള്ളേര് അത് കൊള്ളാങ്കി എന്ന് കൊള്ളൂലെങ്കി എന്ന് നിനക്ക് ഒന്ന് ഷൂന്ന് വരച്ചു കൊടുത്തൂടെ? അതിന് കഴിവില്ല കൊച്ചിന്. അതിന് പഠിക്കണ്ടെന്ന് നിനക്ക് എന്ത് കഴിവുണ്ടായിരുന്നു? നിനക്ക് എന്ത് കഴിവല്ല? നീ പിന്നോട്ടൊന്ന് ആലോചിച്ച് നോക്ക്. മിണ്ടടി, നീ പിന്നോട്ടൊന്ന് ആലോചിച്ച് നോക്കടി. നിന്റെ കഴിവ്. നിനക്ക് ചെലങ്കയില്ല, നിനക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ കുടുക്ക, ഞാൻ സമ്പാദിച്ചു വെച്ചിരുന്ന എന്റെ കുടുക്ക ഓട്ടിച്ച് തികഞ്ഞില്ല. എന്നിട്ട് ഞാൻ പത്രം ഇടാൻ പോയി. മാങ്ങ കച്ചവടം, തെരുവിലിറങ്ങി മാങ്ങ കച്ചവടം ചെയ്ത് കിട്ടിയ കാശ് കൊണ്ടുവന്ന് നിനക്ക് ചെലങ്ക മേടിച്ച് നിന്റെ കാലിലിട്ടുന്ന് നീ ഇങ്ങനെ കളിച്ചപ്പോ നിന്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടിട്ട് എനിക്കുണ്ടായ സന്തോഷം അതുപോലെ അല്ലേടി അതിന്റെ കൂടപ്പിറപ്പുകൾക്ക്, അതിന്റെ രക്ഷകർത്താക്കൾക്കും എന്തൊക്കെ പറഞ്ഞാലും കല വിറ്റ് ഞാൻ ജീവിക്കത്തില്ല. അയ്യോ, നീ കലാദേവി, നീ ലോകത്ത് നീ എങ്ങനെയാണ് കലാകാരി? ഞങ്ങൾ ജഡ്ജസ് 3 പേരും ഒരേപോലെ മോശം കമന്റ്. നീ ജഡ്ജസ് പറയല്ലേ? അവര് 2 പേരും അന്തസ്സായിട്ട് മാർക്ക് ഇട്ടു. നിന്റെ ഒറ്റ മാർക്കില്ല ആ കൊച്ചിന്. ഞാൻ വരുന്നുണ്ടല്ലോ നാളെ. മാർക്ക് ലിസ്റ്റ് നിന്റെ ഡാൻസ് ക്ലാസ് നിന്റെ പിള്ളേരൊന്നും ഒരു ഗതിയും പിടിക്കാതെ കൊച്ചിനെ ഒരു നിവൃത്തിയില്ലാത്ത ചെലങ്ക വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത കൊള്ളൂലായിരുന്നു ചേച്ചി. പിന്നെ നിനക്ക് എന്റെ ക്ലീറ്റോന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? ക്ലീറ്റോ, ക്ലീറ്റോ. ക്ലീറ്റോ അല്ലേ ഇവിടെ? ഇല്ല. ഇവിടെ പോയി? ക്ലീറ്റോ ഉണ്ട്. ക്ലീറ്റോ ഉറങ്ങുവാ. ആരാ? ഭദ്രം മുതലാളി ഒരാൾ വന്നിരുന്നു പറഞ്ഞാൽ മതി. ക്ലീറ്റോ, ക്ലീറ്റോ.
എഴുന്നേക്കാൻ. ഞാനാ. എന്തോ എന്തിന് ഒരു മനുഷ്യത്ത് ഉറങ്ങാൻ സമ്മതിക്കല്ലേ? ഉറങ്ങാൻ സമ്മതിക്കാത്ത ഞാനല്ലേ ആരാണ്ട് വന്ന് നിൽക്കുന്നു. ആരെങ്കിലും പോയിട്ട് പാർട്ടി ഓഫീസിലായിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പാർട്ടി ഓഫീസിലൊന്നും വരാൻ പറ്റില്ല, നിങ്ങളെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആര്? ആ ഏതോ ഒരു മനുഷ്യൻ ഭദ്രൻ ആരാണ്ട് പറഞ്ഞു വിട്ടതാന്ന്. ഭദ്രൻ. അയ്യോ ഭദ്രൻ, ഞാനേ എന്ത് ഞാൻ ഒന്ന് ഇതിന്റെ അടിയിൽ ഓടിക്കാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ എന്തിനു പറഞ്ഞത് നീ ഉണ്ടെന്ന്? നിങ്ങളിവിടെ ഉണ്ടല്ലോ. എന്താ 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 സത്യം പറ, സത്യം പറ. എന്താ ഭദ്രനെ കൊന്നാ നിങ്ങള്? അതല്ല, കലോത്സവത്തിനായി ഭദ്രന്റെ മോൾക്ക് എ ഗ്രേഡും 1ാം സമ്മാനവും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഭദ്ര ഒരു 10,000 രൂപ എനിക്ക് തന്നു. ഇപ്പൊ സി ഗ്രേഡാ ഉള്ളത്. അല്ല അത് ഭദ്രനല്ലല്ലോ. ഭദ്ര അത് നിങ്ങള് ലില്ലിനോട് പറഞ്ഞ എന്താണ്ട് കെട്ടിട തൊഴിലാളി ചലങ്ക മേടിക്കാൻ പൈസ ഇല്ലാത്ത മോള് അങ്ങനെ കണ്ടല്ലേ? ആ ഭദ്രൻ കോൺട്രാക്ടറാണ്, കെട്ടിടം നിർമ്മിക്കുന്ന മുതലാളി. തൊഴിലാളികളെ വെച്ചിട്ട് വെള്ളമോക്ക് ആയിരുന്നു. എത്ര രൂപ മേടിച്ചു നിങ്ങള്? 10,000. വല്ലതും ബാക്കിയുണ്ടോ അതിനകത്ത്? ആ അത് കൊണ്ടൊന്ന് കൊടുക്കുന്നു. അത് കൊടുത്ത അയാൾ പോവില്ല. 500 രൂപ ബാക്കിയുള്ളൂ. ബാക്കി 9,500 തിന്നോ? പറ്റു തീർത്തു. നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടാ? ഒരു 9,500 രൂപ കടം തരുമോ? കിഡ്നി പറഞ്ഞ ഒരു വീക്ക്. അയ്യോ വന്നില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഓടിക്കാനാ ഭദ്ര മുതലാളി പറഞ്ഞിരിക്കുന്നേ. വാടാ ഇറങ്ങി. ക്ലീറ്റോ